ഹായ് ഫ്രണ്ട്സ്, MR ലാൽ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്കൊരു സൺഡേ വ്ളോഗാണ്. സൺഡേയോടൊപ്പം തന്നെ ഇന്ന് 1-ാം തീയതിയും കൂടിയാണ്. അതുകൊണ്ട് രാവിലെ മിറ്റം തൂക്കാതിരിക്കാൻ ഒരു നിവർത്തിയും ഇല്ലാത്തത് കൊണ്ട് രാവിലെ മിറ്റം തൂക്കാനായിട്ട് ഇറങ്ങിയതാണ്. 2-3 ദിവസമായിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ മിറ്റം തൂത്തിട്ട്. മോൻ രാവിലെ അങ്ങ് ട്യൂഷനും പോവും. പിന്നെ എനിക്ക് വയ്യാതെ ഇരുന്നതായിരുന്നല്ലോ. പിന്നെ ഇതാണ്ടേ ഇന്നലെ ഷോപ്പിൽ നിന്ന് വന്നപ്പോഴത്തേക്കും എൻ്റെ 2 കുട്ടീസുകൾ അമ്മയും കൂടി വന്നിട്ടുണ്ടായിരുന്നേ. മുന്നേ ഉള്ളവർക്കെല്ലാം അറിയാം, നമ്മുടെ പല വീഡിയോസിലും ഇവർ രണ്ടുപേരും വന്നിട്ടുണ്ട്. ഇപ്പം വന്ന പുതിയ കൂട്ടുകാർക്ക് വേണ്ടി പറയുകയാണ്, ഇതെൻ്റെ ആങ്ങളയുടെ മക്കളാണ്, നീലൂട്ടിയും സിദ്ധുട്ടനും, നീലാഞ്ചനയും നിർവീനും കേട്ടോ. അപ്പോൾ രണ്ടുപേരും നല്ല രാവിലെ ഉപ്മാവ് ഉണ്ടാക്കി അത് കഴിക്കുമായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ താണ്ട അമ്പലത്തിലോട്ട് വന്നേ. ഇന്ന് നമ്മുടെ അയൽക്കാരും അതിലുപരി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടുമായ ദേവുവിൻ്റെ ഇളയ പുത്രിയുടെ ചോറ് കൊടുപ്പായിരുന്നേ. അതിനോടനുബന്ധിച്ച് താണ്ട തുലാഭാരം ചെയ്യുകയായിരുന്നു. ശർക്കരയിലായിരുന്നു തുലാഭാരം ചെയ്തത്. അവിടെ കിടത്ത കണ്ട ആ തൊട്ടിൽ കിടക്കുവാന്ന് തോന്നുന്നു. ഒരു ഭാവഭേദവും ഇല്ലാതെ എന്നെ ഊഞ്ഞാലടിക്കോ എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ കിടക്കുമായിരുന്നു കുഞ്ഞാവയുടെ പേര് ശിവപ്രിയ എന്നാണ് കേട്ടോ. പിന്നെ താണ്ട ചോറ് കൊടുപ്പ്. ഇതാണ് ഫാമിലി. ദേവുവിൻ്റെ ഹസ്ബൻഡ് സജിത്ത്, മൂത്ത പുത്രി ദേവപ്രിയ, ഇളയ പുത്രി ശിവപ്രിയ. പിന്നെ കൂടിയിരുന്നത് ദേവുവിൻ്റെ ആങ്ങളയുടെ മോളാണ് കേട്ടോ. അയാളാണ് നമ്മുടെ അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ അന്ന് തെയ്യക്കാരുടെ കയ്യിലിരുന്ന കുഞ്ഞാവ. അതായിരുന്നു കുഞ്ഞാവ. ഇപ്പോൾ ഇച്ചിരി വളർന്നു കേട്ടോ. പിന്നെ അവിടെ ചോറ് കൊടുക്കാനായിട്ട് എല്ലാം റെഡിയാക്കുമായിരുന്നേ. ചോറ് കൊടുത്തപ്പോഴും കുഞ്ഞാവ ഒരു പ്രശ്നവും ഇല്ലാതിരുന്ന ചോറൊക്കെ കഴിച്ചു കേട്ടോ. എല്ലാവരെയും കയ്യിൽ നിന്ന് മേടിച്ച് കുഞ്ഞാവ അന്തസ്സായിട്ട് ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. ഉപ്പും മധുരവും പുളിയും എരിയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് താണ്ട കുഞ്ഞിൻ്റെ അച്ഛൻ കുഞ്ഞിൻ്റെ വായിലോട്ട് വെച്ച് കൊടുക്കുവാണേ. നല്ല എക്സ്പ്രഷൻസ് ആയിരുന്നു ഫസ്റ്റ്. അത് വായിലോട്ട് ചെല്ലുമ്പോൾ ആ ഒരു എക്സ്പ്രഷൻസൊക്കെ സൂപ്പറായിരുന്നു. അടുത്ത് നിന്ന് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ കുഞ്ഞെല്ലാവരുടെയും കയ്യിൽ നിന്ന് ചോറൊക്കെ മേടിച്ച് കഴിച്ച് കണ്ടോ. അച്ഛൻ കൊടുത്തു, പിന്നെ അമ്മ കൊടുത്തു, പിന്നെ കുഞ്ഞിൻ്റെ ചേച്ചി കൊടുത്തു, അമ്മാമ്മ അച്ചാച്ചനും, അങ്ങനെ എല്ലാവരും കൊടുത്തു. ഞങ്ങളെല്ലാവരും ഇച്ചിരി ഒന്ന് നുള്ളി വായി വെച്ച് കൊടുത്തു കേട്ടോ. അങ്ങനെ ചോറ് കൊടുപ്പൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോരുന്നു. അത് കഴിഞ്ഞ് അമ്പലത്തിൽ നിന്ന് വന്നിട്ട് താണ്ടെ അമ്മയും സിദ്ധൂട്ടനെയും നീലൂട്ടിയും എല്ലാവരുമായിട്ട് ഇരുന്ന് സെൽഫിയൊക്കെ എടുക്കുമായിരുന്നേ. എൻ്റെ മക്കൾക്ക് രണ്ടിനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വന്നിങ്ങനെ സെൽഫിയൊക്കെ എടുക്കാനായിട്ട് കൂടെ വന്നിരുന്നോളുവേ. അത് കഴിഞ്ഞ് താണ്ടെ കിച്ചണിലേക്ക് കയറി. പക്ഷേ ആ സമയത്ത് കറണ്ട് ഉണ്ടായിരുന്നില്ല. നമ്മളെ എമർജൻസിയുടെ വെട്ടത്തിൽ പിന്നെ ഞാനങ്ങ് വീഡിയോ എടുത്തതാണ്. എന്തായാലും സൺഡേ വ്ളോഗ് എടുക്കാൻ തുടങ്ങി, ഇനി എടുക്കാതിരിക്കാൻ നിവർത്തിയില്ലല്ലോ എന്ന് വെച്ച്. പിന്നെ മക്കളുണ്ടായിരുന്നത് കൊണ്ട് അതാണ്ട് ചിക്കൻ മേടിച്ചുകൊണ്ട് വന്ന് മണിയണ്ണൻ. അപ്പം ചിക്കൻ കറിയും നെയ്ച്ചോറും വയ്ക്കാം എന്ന് കരുതി ചിക്കനൊക്കെ എടുത്ത് ക്ലീൻ ചെയ്യാനായിട്ടൊക്കെ പോകുമായിരുന്നു. ചിക്കൻ ക്ലീൻ ചെയ്ത് വന്നിട്ട് പിന്നെ താണ്ടെ കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ചേർത്തിട്ട് ഞാനങ്ങ് വേവിക്കാനായിട്ട് വെച്ചത്. ഞാൻ ചിക്കനായാലും ബീഫായാലും എല്ലാം ഇങ്ങനെയാണ് വെക്കുന്നത്. ആദ്യം അതങ്ങ് വേവിക്കാനായിട്ട് വെക്കും, പിന്നീടാണ് നമ്മുടെ സവാളയും ഒക്കെ ചേർക്കുന്നത്. കറണ്ട് ഇങ്ങനെ വന്നും പോയി നിൽക്കുന്നുണ്ട്. നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കാനായിട്ട്. ഇത് ഞാൻ വെക്കുന്ന ഈസി കുക്കർ നെയ്ച്ചോറ് റെസിപ്പി ഞാനൊന്ന് പറയാവേ. കുക്കറിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് കുറച്ച് എണ്ണയും കൂടി മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുത്തേ. എണ്ണയും നെയ്യും കൂടി മിക്സ് ചെയ്താണ് ഞാൻ ഒഴിക്കുന്നത്. അതിലേക്ക് താണ്ടെ ആദ്യം നമ്മൾ കുറച്ച് ഒരു 2 കുഞ്ഞ സവാളയാണേ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു. ഇത് നമുക്ക് ഫൈനൽ ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ളതാണേ. അതിലേക്ക് തന്നെ നമുക്ക് കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഉണക്കമുന്തിരിയുടെ കൂടെ അണ്ടിപ്പരിപ്പും വേണമെങ്കിൽ ഈ സമയത്ത് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. എൻ്റെ കയ്യിൽ അണ്ടിപ്പരിപ്പില്ലായിരുന്നു, അതുകൊണ്ട് മുന്തിരി മാത്രം ഞാൻ ഫ്രൈ ചെയ്തെടുത്തു. പിന്നെ അതിലേക്ക് താണ്ട നമുക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഗ്രാമ്പൂ, കറുകപ്പട്ട, ഏലക്ക, പിന്നെ നമ്മുടെ സ്റ്റാർ ഉണ്ടല്ലോ, അതെല്ലാം അവിടെ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് താണ്ട കുറച്ച് ബേ ലീഫ് കൂടി ചേർത്ത് കൊടുത്ത് അതൊന്ന് മിക്സ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് താണ്ട ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തു. പിന്നെ താണ്ട കുറച്ച് സവാളയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാളയെന്ന് വെച്ചാൽ ഒരു കുഞ്ഞൻ സവാളയാണ്, തോനെ സവാള ചേർക്കേണ്ട ആവശ്യമില്ല. സവാളയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി അരിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരി ചേർത്ത് കൊടുക്കാം.
അരി ചേർത്ത് കഴിഞ്ഞ് അതിനെ നല്ല വൃത്തിയായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ആ നെയ്യെല്ലാം എല്ലായിടത്തും എത്തുന്ന വിധത്തിൽ നല്ല വൃത്തിക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിരിക്കുന്ന വെള്ളം ചേർത്ത് കൊടുക്കാം. 4.5 ഗ്ലാസ് വെള്ളമാണ് ചേർത്തത്. 3 ഗ്ലാസ് അരിക്ക് 4.5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർത്തത്. അതായത് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന രീതിക്ക് 4.5 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തു. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ഓപ്ഷണലാണ്, പക്ഷേ എനിക്കെന്തോ കറിവേപ്പിലയുടെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് അതുകൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മൾ കുക്കറിൽ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. എൻ്റെ കുക്കറിലൊരു 3 വിസിൽ വന്നപ്പോഴത്തേക്കും വെന്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഒരു അരി പോലും ഒട്ടിപ്പിടിക്കാത്ത വിധത്തിൽ നല്ല വൃത്തിക്ക് കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ നെയ്യുടെ ടേസ്റ്റ് നല്ലപോലെ കിട്ടാൻ വേണ്ടിയിട്ട് ബാക്കി ഇരുന്ന നെയ്യ് കൂടി ഒഴിച്ചു കൊടുത്തു. നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും പിന്നെ കൂടെ ഉണക്കമുന്തിരിയും എല്ലാം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈസി റെസിപ്പി ആണെങ്കിലും സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ചിക്കൻ കറി പിന്നെ നമ്മൾ എപ്പോഴും വെക്കുന്നതുകൊണ്ട് അതിൻ്റെ റെസിപ്പി ഞാൻ സെപ്പറേറ്റ് എടുക്കാനൊന്നുമില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അമ്മ ഈ നെയ്ച്ചോറും ചിക്കനും ഒന്നും കഴിക്കത്തില്ല. അതുകൊണ്ട് അമ്മയ്ക്ക് ചമ്മന്തിയും പിന്നെ ഈ കിളിമീൻ ഫ്രൈയുമായിരുന്നേ. അത് അമ്മ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുക. നേരത്തെ ഞാൻ കണ്ടിച്ച് മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് അമ്മയൊന്ന് ഫ്രൈ ചെയ്തെടുത്തു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഉച്ചക്കലത്തെ സ്പെഷ്യൽ ഇതായിരുന്നു, നെയ്ച്ചോറും ചിക്കൻ കറിയും. ഈസി റെസിപ്പി ആയിരുന്നില്ല, അപാര ടേസ്റ്റാണ്. ട്രൈ ചെയ്യാത്തവർ ഇങ്ങനെ കുക്കറിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് പറയാൻ മറക്കരുത്. അപ്പോഴത്തേക്കും കുഞ്ഞാണ് അവരെ കൊണ്ടുപോകാൻ വന്നിട്ടുണ്ടായിരുന്നു. പോകാൻ ഒരുങ്ങുമ്പോഴുള്ള സ്നേഹപ്രകടനങ്ങളാണ് ഈ നടക്കുന്നത്. അങ്ങനെ ഉമ്മയൊക്കെ തന്ന് പോകാൻ ഒരുങ്ങുമ്പോൾ ഒരു വിഷമം കേട്ടോ. എല്ലാവരും ഉമ്മയൊക്കെ തന്നിട്ട് ഇങ്ങനെ പോകാൻ റെഡി ആവുമായിരുന്നു. സാധാരണ ഇവർ പോകുമ്പോൾ ഉള്ള വീഡിയോസ് ഞാൻ എടുക്കുന്നതല്ല, ഇന്ന് എന്തോലും അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വേണ്ട കുട്ടീസെല്ലാം കയറുവാണ്. ടാറ്റ ബൈ ബൈ പറഞ്ഞ് അവരങ്ങോട്ട് പോയി. ഞങ്ങൾ പിന്നെ അങ്ങ് ഷോപ്പിലോട്ടും പോയി കേട്ടോ. രാവിലെ എനിക്ക് ചോറ് കൊടുപ്പിന് പോകേണ്ടതുകൊണ്ട് അമ്മയൊക്കെ ഉള്ളതുകൊണ്ട് സച്ചിക്കൂട്ടനായിരുന്നു ഷോപ്പിൽ പോയത്. ഉച്ച കഴിഞ്ഞിട്ട് പിന്നെ അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ മണിയണ്ണോടെ ഷോപ്പിലോട്ട് പോയി. ഷോപ്പിൽ പോയി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നമ്മുടെ കുടുംബ വീട്ടിൽ അയ്യത്തൊരു മുരിങ്ങ ഒടിഞ്ഞു വീണിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് മുരിങ്ങയില കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വന്ന് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ വെച്ച് അത്രേ ചെയ്തോളൂ. പിന്നെ വേറെ ഒന്നും ചെയ്തില്ല. മുരിങ്ങയില ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വെച്ചാൽ ഇച്ചിരി വലിയ പണിയല്ലേ, ഓരോന്നിങ്ങനെ പിച്ചിയെടുക്കാൻ. മുരിങ്ങയിലെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോൾ ബാക്ക് പെയിനോട് ഉണ്ടായതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്ത് പിന്നെ വേറെ ഒന്നും ചെയ്തില്ല. അത്രയൊക്കെ ചെയ്ത് വെച്ചിട്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ചങ്ങ് കിടക്കുമായിരുന്നേ. ഫുഡെല്ലാം രാത്രിത്തേക്ക് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റ് ഷെയറൊക്കെ ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തോടി സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ ഫ്രം രാധിക മണിയൻ.